they have broken my pencil. Okay. അതിന്റെ passive voice നമ്മൾ എഴുതിയത് my pencil has been broken by the. Okay, ഇനി നമുക്ക് നമുക്കതിന്റെ ഒരു നെഗറ്റീവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. ഓക്കെ, വൈദം എന്ന ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ, വൈദം എന്ന ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ ആ ചോദ്യത്തെ ചോദിച്ചാൽ ആ ചോദ്യം എങ്ങനെ വരും? ബൈ ഹൂം, ആരാൽ, ആരാൽ. ഓക്കെ, അങ്ങനെ എഴുതുക. ആ ചോദ്യം അങ്ങനെ ഒന്ന് ചോദിക്കുക. ആരാൽ നിന്റെ പെൻസിൽ ഒടിക്കപ്പെട്ടു? ആരാൽ നിന്റെ പെൻസിൽ ഒടിക്കപ്പെട്ടു? ആരാൽ നിന്റെ പെൻസിൽ ഒടിക്കപ്പെട്ടു? ഓക്കെ, നിങ്ങള് അല്പം എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും ആൻസർ ചോദിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളത് കൊണ്ട് ആൻസർ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ അതൊന്ന് എഴുതാം. ആരാൽ, ആരാൽ എന്നുള്ളതിന് നമ്മൾ ബൈ ഹും, ബൈ ഹും എന്ന് ചോദിക്കണം. ബൈ ഹും. ബൈ ഹും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഓക്സിലറി വെർബാണ്. ഹും എന്നുള്ളത് നമ്മള് സിംഗുലറിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ബൈ ഹും, ആരാൽ. നമ്മൾ ഉപയോഗിക്കേണ്ടതായ ഓക്സിലറി വെർബ് നമ്മൾ ഉപയോഗിക്കേണ്ടതായ ഓക്സിലറി വെർബ് has. Okay. Has. Okay. By whom, has. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ടതായ വാക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓക്കെ, നമ്മൾ അതിന്റെ സബ്ജക്റ്റ് കൊണ്ടുവരണം. സബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഇത് നമ്മുടെ ഉത്തരമാണ്, ഇത് നമ്മുടെ ഉത്തരമാണ്, ഇത് നമ്മുടെ ചോദ്യമാണ്. ഇവിടെ ഉപയോഗിക്കേണ്ടതായ ഹാസ്, നമ്മൾ ഓക്സിലറി വെർബ് ഹാസ് കൊണ്ടുവന്നു. ഇനി നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് എന്റെ പെൻസിൽ, മൈ പെൻസിൽ. പക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ എങ്ങനെ വരും? Your pencil. Your pencil. Okay, your pencil.
ഇനി നമ്മള് ഇതിന്റെ ശേഷിച്ചിരിക്കുന്നതിൽ ബീൻ ചേർക്കാം. ഇനി നമ്മൾ എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ ശേഷിച്ചിരിക്കുന്നത് എന്താണ്? ഈ സെന്റൻസിനകത്ത് നിന്ന് ഇതിനകത്ത് ഉപയോഗിക്കാൻ ശേഷിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ബ്രോക്കൺ. ഓക്കെ, വെർബാണ് ശേഷിച്ചിരിക്കേണ്ടതായ വെർബാണ്. ഓക്കെ, ബ്രോക്കൺ. By whom has your pencil been broken എന്ന് ചോദിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മള് ഇത് ചോദ്യമായത് കൊണ്ട് തന്നെ മാർക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ എന്നെങ്കിലും ഒരു മൃഗശാല സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെങ്കിലും ഒരു മൃഗശാല സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു മൃഗശാല സന്ദർശിച്ചിട്ടുണ്ടോ? ഓക്കെ, എനി ടൈം you has been visited any zoo. ഓക്കെ, നമ്മളിവിടെ ഇത് ചോദ്യമാണ്. ഓക്കെ, ഇത് ചോദ്യമാണ്. ഈ ഏത് രീതിയിലുള്ളതായ ചോദ്യമാണിത്? ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? നിങ്ങൾ എന്നെങ്കിലും ഒരു മൃഗശാല സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? യെസ് ഓർ നോ. യെസ് ഓർ നോ. യെസ് അല്ലെങ്കിൽ നോ, ഉണ്ട് അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും അതിന്റെ ഉത്തരം. അപ്പോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണിത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് എന്നോ നോ എന്നോ ആൻസർ വരുന്ന ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് എന്തിൽ നിന്നായി, എന്തുപയോഗിച്ചായിരിക്കും? ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ്. ആദ്യം ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. അപ്പോ യു ആയതുകൊണ്ട് അല്ലെ, ആ സെന്റൻസ് നിങ്ങൾ എഴുതിയായിരുന്നു? സെന്റൻസ് ആണല്ലോ ഇത്. ഓക്കെ, യു ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായ ഓക്സിലറി വെർബ് എന്താണ്? Have. Have. Okay, have. Have. Okay. അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ടതായ വാക്ക് എന്താണ്? You. സബ്ജക്റ്റ്. സബ്ജക്റ്റ് യു. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. ഹാവ് യു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്നെങ്കിലും എന്നുള്ളതിന് എനി ടൈം. എനി ടൈം, ഏതെങ്കിലും സമയം. എനി ടൈം എന്നുള്ളതിനേക്കാൾ എവർ എന്ന വാക്ക് ഉപയോഗിക്കും. എവർ. എവർ. ഓക്കെ,
ever. Ever. ഇനി നമ്മള് അവിടെ ചേർക്കേണ്ടത് വെർബാണ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വിസിറ്റ്. visited, വിസിറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം Visited. വിസിറ്റഡ്. ഇനി നമ്മൾ ഇനി ശേഷിക്കുന്നതായ കാര്യം ഒരു മൃഗശാല. മൃഗശാല എന്നുള്ളതിന്റെ വാക്ക് Zoo. ഓക്കെ. ഒരു മൃഗശാല. A zoo. 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 ഓക്കെ. ക്വസ്റ്റ്യൻ ഓക്കെ. ഈ ഒരു സെന്റൻസ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇതിനകത്തുനിന്ന് ചില വാക്കുകൾ മാറ്റിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് ഏത് ചോദ്യവും ചോദിക്കാൻ സാധിക്കും. ഓക്കെ. നിങ്ങൾ എന്നെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം, അത് മൃഗശാലയാകാം, അത് ചർച്ച ആകാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ കുറിച്ചാകാം. ആ വാക്കിനൊന്ന് വ്യത്യാസം വരുത്തിയാൽ മതി. ആ പറയേണ്ടതായ വാക്കിന് വ്യത്യാസപ്പെടുത്തിയാൽ മതി. ചിലപ്പോ യു എന്നുള്ളതിന് പകരം ഹി എന്നോ ഷീ എന്നോ വി എന്നോ ദേ എന്നോ ഒക്കെ വ്യത്യാസപ്പെടുത്തിയാൽ ഈ സെന്റൻസ് നമുക്ക് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെതായ ഒരു സ്ട്രക്ചർ നമ്മുടെ മനസ്സിലുണ്ടായത്. ഓക്കെ. ഹാവ് യു എവർ വിസിറ്റഡ് എ സൂ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ഒന്നുകിൽ Yes or no. യെസ്. ഓക്കെ. യെസ് ആണെങ്കിൽ അതിനോട് ചേർത്ത് യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ്. ഈ ഉത്തരം നോയാണെങ്കിൽ പറയണം നോ I have not. Have not. I haven't. Short form I haven't എന്ന് പറയും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ യേശു എന്നുള്ളതാണ് ഇതിന്റെ ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ആ ചോദ്യം ഒന്ന് ചോദിക്കാം. ഓബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിച്ചാൽ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ഒരു സൂ എന്നെങ്കിലും നിങ്ങളാൽ സന്ദർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു മൃഗശാല എന്നെങ്കിലും നിങ്ങളാൽ സന്ദർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ. അതങ്ങനെ അങ്ങ് എഴുതുക. ഒരു മൃഗശാല എന്നെങ്കിലും നിങ്ങളാൽ സന്ദർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കുക.
ഓക്കെ, ചോദ്യം ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മള് ആ ചോദ്യം തുടങ്ങുന്നത് ഓക്സിലറി വെർബിൽ നിന്ന് ഓക്സിലറി വെർബ് കൊണ്ട് ആയിരിക്കണം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് നോക്കിയാണ് നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. ഒരു മൃഗശാല എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യേസു. യേസു എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടതായ ഓക്സിലറി വെർബ് ഓക്കെ, ഒരു മൃഗശാല. ഓക്കെ, ആരെങ്കിലും അറിയാം? ഹാസ് ആണ്. ഓക്കെ, യാതൊരു സംശയമില്ല, ഹാസ് ആണ്. കാരണം മൃഗശാല, ഒരു മൃഗശാല തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ അത് ഹാസ് എന്ന ഓക്സിലറി വെർബ് നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ബീൻ ആണോ? ബീൻ ആണോ? അത് നമ്മള് ഹാസ് കഴിഞ്ഞ് ബീൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴാണ്. ഹാസ് കഴിഞ്ഞ് ബീൻ ഉപയോഗിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴാണ്. ഓക്കെ, ഇവിടെ ചോദ്യമാണ്. ചോദ്യം ആദ്യം നമ്മള് ഹാസ് ഉപയോഗിക്കുക. ചോദ്യത്തിൽ ആദ്യം ഹാസ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഹാസ്. ഇവിടുത്തെ സബ്ജക്റ്റ് മൃഗശാല. ഹാസ് a zoo. Has a zoo. Okay, ഇനി നമ്മൾ ആ പറഞ്ഞ ഹാസിന് ശേഷം വരേണ്ടതായ ബീൻ ഉപയോഗിക്കാം. ഹാസ് എ സൂ. ഓക്കെ, എവർ ബീൻ, എന്നെങ്കിലും. Okay, ever been. Has a zoo ever been? അത് കഴിഞ്ഞ് visited by you. അത് കഴിഞ്ഞ് നമ്മള് verb ഉപയോഗിക്കണം. verb. ഇനി by you. by you. Okay, visited by you. Good. Okay, അപ്പൊ നമ്മള് പെർഫെക്റ്റ് ടെൻസ് അതിന്റെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലുള്ളതായ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുവാനുള്ളത് അടുത്ത സ്ട്രക്ചർ, പഠിക്കേണ്ടതായ അടുത്ത സ്ട്രക്ചർ present perfect present perfect continuous. Okay, present perfect continuous. സാറിനോട് ഒരു അഭിപ്രായം പറയട്ടെ. പറഞ്ഞോളൂ. ഈ പേന ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഈ സ്കെച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ,
അത് പറഞ്ഞോളൂ. ഓരോ പ്രാവശ്യവും ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ നിപ്പ് താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ കളർ കൂടുതൽ കിട്ടും. ഓക്കെ ഓക്കെ ഞാന് ഓക്കെ നമ്മളിത് എപ്പോഴും ഇങ്ങനെ ഇത് പിടിച്ചോണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ, അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ താഴെ വെക്കും. ഓക്കെ ഓക്കെ, മാക്സിമം ഞാൻ അതിന് ശ്രമിക്കാം. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ്. ഇത് ഇവിടെ കൂടുതൽ തെളിയാതെ വരുന്നതിന്റെ കാരണം ഇങ്ങനെ പിടിച്ചെഴുതുന്നത് അതാണ്, ആ ഇങ്ക് താഴോട്ട് പോവുകയാണ്, അതാണ് താഴോട്ട് പോവുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് കുഴച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുനിച്ച് എഴുതാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ കുനിച്ച് പിടിച്ച് എഴുതാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോ അക്ഷരങ്ങൾക്കൊക്കെ ഒരു സ്വല്പം ഭംഗിക്കുറവുണ്ടാകും. Okay. Present perfect continuous. Present perfect continuous tense. അതിന്റെ സ്ട്രക്ചർ subject plus has or have plus been plus ing form of the verb. ing form. Okay. നമ്മള് സാധാരണ ഇത് ഈ ടെൻസ് ഉപയോഗിക്കുന്ന രീതി ഞാനൊന്ന് പറയാം. എഴുതിക്കഴിഞ്ഞു എങ്കിൽ ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമ്മള് പ്രസന്റ് കണ്ടിന്യൂസിൽ പറഞ്ഞാൽ മതി ഈ കാര്യം. സാധാരണഗതിയിൽ ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, മഴ പെയ്തുകൊണ്ട് ഇരിക്കുന്നു, അത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ആശയം നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ എന്തിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് ചോദിച്ചാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ ടെൻസ് ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയുവാൻ സാധിക്കുക ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാശയം നഷ്ടപ്പെടും. ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ എന്നുള്ളതായ ആശയം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയുള്ളതായ ആ ആശയം, ആ രീതിയിലുള്ളതായ ആശയങ്ങൾ വെളിപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക,
പെർഫെക്റ്റ് ടെൻസുകൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട. പെർഫെക്റ്റ് ടെൻസുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസുമാണ്. ചില പ്രത്യേക ആശയങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന് മാത്രമാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, എന്തായി നമ്മുടെ സമയം? ഓക്കെ, ഞാൻ ആ സെന്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാൻ ആ സെന്റൻസ് ഇതിനകത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഈ ബോർഡിൽ എഴുതാൻ സ്ഥലം കാണുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആ സെന്റൻസ് എഴുതാത്തത്, ബോർഡിൽ എഴുതാത്തത്. ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ. ഓക്കെ, അതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നമ്മൾ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ, ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ നമുക്ക് പറയാം. വന്നപ്പോൾ, അപ്പോൾ, അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തുടങ്ങണം. ഓക്കെ, ഇംഗ്ലീഷിന്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സെന്റൻസ് തുടങ്ങുക. അപ്പോൾ, അപ്പോൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? when. when. ഓക്കെ, when. ഓക്കെ, എഴുതിക്കോളൂ. when. when. ഈ സബ്ജക്റ്റ് പറയണം. സബ്ജക്റ്റ് ഞാൻ. come. come. സബ്ജക്റ്റ് ഞാൻ. when rain. മഴ. മഴ. rain. സബ്ജക്റ്റ് ഇവിടുത്തെ സെന്റൻസ് മലയാളത്തിലെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയാൻ പോകുന്ന സെന്റൻസ് എന്താണ്? ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ. ഓക്കെ, രണ്ട് സെന്റൻസ് ഉണ്ട് ഇവിടെ. രണ്ട് സെന്റൻസ് പറഞ്ഞെങ്കിലേ നമുക്ക് ഈ സെന്റൻസ് പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ വന്നപ്പോൾ. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഞാൻ കോളേജിൽ വന്നപ്പോൾ. when. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? I. when. okay, I. okay, when I. okay, okay, അപ്പൊ ഇപ്പൊ നമുക്ക് ഞാൻ കോളേജിൽ വന്നപ്പോൾ. വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ നടന്നു കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കോളേജിൽ വന്നപ്പോൾ. നടന്നു കഴിഞ്ഞു. നടന്നു കഴിഞ്ഞു. ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞു. വന്നപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ഞാൻ കോളേജിൽ വന്നപ്പോൾ അത് ഓൾറെഡി നടന്ന് കഴിഞ്ഞു. അതുകൊണ്ട് അത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ സിമ്പിൾ പാസ്റ്റിൽ പറയാം. when I came. okay, came. when I come in the past tense, came. ഇനി കോളേജിൽ. കോളേജിലേക്ക്. കോളേജിലേക്ക്. To college. to college. Okay. into അപ്പൊ നമ്മൾ ഒരു സെന്റൻസ്, ഒരാശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സെന്റൻസ് അവസാനിക്കുകയല്ല, സെന്റൻസ് തുടരുന്നുണ്ട്. പക്ഷെ ഒരു താൽക്കാലിക അവസാനം അവിടെ ഉണ്ടായി.
ഓക്കെ, താൽക്കാലികമായി ആ സെന്റൻസ് അവിടെ ഒന്ന് അവസാനിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു കോമ അവിടെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ ഇത് ഈ രണ്ട് സെന്റൻസുകളെയും സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും. When I came into the college, okay. ഇനി മഴ പെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു. അവിടെയാണ് നമ്മൾ ഈ സബ്ജക്ട് ഈ സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത് അവിടെയാണ്. ഓക്കെ, നമുക്ക് മഴ എന്നുള്ളത് സബ്ജക്റ്റ് അല്ല, നമുക്കത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഒക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ആ ആശയം പറയുമ്പോൾ സാധാരണ സബ്ജക്റ്റ് ആയി ഇറ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഇറ്റ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സെന്റൻസ് എഴുതാം. സബ്ജക്റ്റ് ഇറ്റ്. ഇനി ഇതിനകത്ത് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ആ സെന്റൻസ് അങ്ങ് എഴുതിയാൽ മതി. വെർബ് എന്ന് പറയുന്നത് റെയിൻ ആണ്. സബ്ജക്റ്റ് ഇറ്റും വെർബ് റെയിനും. പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ, എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട്. ഇറ്റ് ഹാസ് കഴിഞ്ഞ് ചേർക്കേണ്ടത് ഇറ്റ് ഹാസ് ബീൻ. അടുത്ത് വരുന്നത് വെർബിന്റെ വെർബിന്റെ ing റെയിൻ. Raining. It has been raining. Okay, it has been raining. Okay, ഇനി നമുക്ക് ഇതിനോട് കൂടെ സമയം കൂടെ ചേർക്കണമെന്നുണ്ടോന്ന് വിചാരിക്കുക. എത്ര സമയം മഴ പെയ്തു എന്നൂടെ ചേർക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനോട് കൂടെ നമുക്ക് സമയം കൂടെ ആഡ് ചെയ്യാം. സമയത്തെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. രണ്ട് രീതിയിൽ സമയത്തെ നമുക്ക് പറയാം. ഒന്ന്, 2 മണിക്കൂർ. ഉദാഹരണമാണ്, 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, 6 മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ 6 മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. 2 മണിക്കൂറും 6 മണി എന്നുള്ളത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഈ സെന്റൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യമായി നമ്മൾ 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 2 മണിക്കൂറായിട്ട് അവിടെ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. സമയത്തിന്റെ പീരീഡാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. 1 മണിക്കൂർ 2 മണിക്കൂർ അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു പീരീഡാണ്. അങ്ങനെയുള്ളതായ പീരീഡ് ഓഫ് ടൈംസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കുണ്ട്, ഫോർ. ഓക്കെ, ഫോർ. ഒരു പീരീഡ് ഓഫ് ടൈം ആകുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഫോർ.
For 2 hours. For 2 hours. Okay. ഇവിടെ 2 എന്നുള്ളത് 3 ആക്കാം, 1 ആക്കാം, ഹാഫ് ആൻ അവർ എന്നാക്കാം. ഓക്കെ, എത്ര സമയം മഴ പെയ്തോ ആ സമയം. ഓക്കെ, ഇനി നമ്മളൊരു 2 മണിക്കൂറായിട്ട് 6 മണി മുതൽ 6 മണി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. 6 മണി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഹലോ, നോക്കുക, 6 മണി എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. 6 മണി മുതൽ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ആ മഴ. 6 മണി മുതൽ 6 മണി എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമില്, പോയിന്റ് ഓഫ് ടൈമില് തുടങ്ങിയതായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സമയം 7:15 എന്നെങ്കിലും അല്ലേ? ഇപ്പോഴത്തെ എനിക്ക് സമയം ഇവിടെ കാണാനുള്ള ക്രമീകരണം ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ സമയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ 7:25. 7:25. ഓക്കെ, 7:25. 7:25 ആയപ്പോഴും ഇപ്പോഴും മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള ആശയം നമ്മൾ ഈ പറയുന്നത്. അപ്പോ 6 മണിക്കെന്ന് പറയുന്ന ഒരു പ്രത്യേക സമയത്ത് തുടങ്ങിയ മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ 6 മണി പോയിന്റ് ഓഫ് ടൈം ആണ് പറയേണ്ടത്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം പറയേണ്ടതായ സമയം വരുമ്പോൾ 4 എന്നതിന് പകരം മറ്റൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, നിങ്ങളത് ആദ്യം എഴുതിയത് 4 വെട്ടിക്കളയരുതേ. ഓക്കെ, അതിന് താഴെയായിട്ട് ഈ സെന്റൻസ് എഴുതണം. ഞാന് ഇവിടെ എഴുത്ത് ലാഭിക്കാൻ വേണ്ടി ആ 4 എന്ന് തുടച്ചു കളഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് പകരം 4-ന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സിൻസ്. സിൻസ്. ഓക്കെ, ഇനി നമുക്ക് 2 എന്ന സമയമല്ല, 2 മണിക്കൂർ എന്നല്ല നമുക്ക് പറയേണ്ടത്. Since 7 o'clock. Okay, 6 o'clock. 6 o'clock. Okay, 6 o'clock എന്ന് നമുക്ക് പറയാം. അല്ല എങ്കിൽ since 6 AM എന്ന് പറയാം. പകല് രാവിലെയാണെന്നോ വൈകിട്ടെന്നോ കാണിക്കണമെങ്കിൽ since 6 AM എന്ന്, അല്ലെങ്കിൽ 6 PM എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ since 6 o'clock എന്ന് നമുക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഇതിന്റെ ഉപയോഗം, ഈ സെന്റൻസിന്റെ ഉപയോഗം, ഈ സ്ട്രക്ചറിന്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. വെരി ഗുഡ്. ഈ രീതിയിൽ നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഒന്നും പറയേണ്ട കാര്യമില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഇത് പറഞ്ഞാൽ മതി. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ 7:30 എന്നുള്ളതായ സമയം സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ആരെങ്കിലും ഒരാള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പ്രഭാതത്തിൽ